എക്സാമിനേഷൻ ഒക്കെ ആയിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഓക്കെ ഓക്കെ ഓക്കെ, അതുകൊണ്ടാണ്. റിസൾട്ട് വന്നു, തകർത്തില്ലേ? യെസ് യെസ്, വെരി ഗുഡ്. ഹസീന, നസീമ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നിങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പുറമെ വരുന്നത് കേട്ടോ. മറ്റു ടീച്ചർമാർ അവിടെ വന്നിന്ന് പറയുന്നതൊക്കെ നല്ല അടിപൊളി പിള്ളേരാണെന്നാണ്. യെസ്, ഓക്കെ 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 ഓക്കെ, സൂപ്പറാണ്. യെസ്, അപ്പൊ ഞാനിത് വന്ന് പറഞ്ഞു എന്ന് പറയണ്ട. യെസ്, അപ്പൊ അത് നല്ല അഭിപ്രായം എന്നുള്ള കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഇത് പറഞ്ഞത് മാത്രമാണ്. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. മിസ് പറയാറുണ്ടല്ലേ? യെസ്, ഓക്കെ ഓക്കെ, കറക്റ്റ് കറക്റ്റ്. യെസ്, അപ്പൊ ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. കുറച്ച് ദിവസമായി നമ്മൾ ഇവരെ കണ്ടിട്ട്. യെസ്, അപ്പോ എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും അതിനോടൊപ്പം തന്നെ 2025 ക്രിസ്തുമസിന്റെയും 2026 എന്ന് പറയുന്ന ഈ വർഷത്തിന്റെയും എല്ലാവിധ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുവാൻ വേണ്ടിയിട്ട് 2025ലെയും 2026ലെയും ആഘോഷങ്ങൾ കാരണമാകട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മനസ്സിൽ പറയും, കലണ്ടറേ സാറേ മാറുള്ളൂ, ഞങ്ങൾ മാറൂല. ഞങ്ങൾ അത് തന്നെയാണ് അല്ലേ? കലണ്ടർ മാറും, പക്ഷെ ഞങ്ങൾ ഓക്കെ. റസീന, ഞാൻ അങ്ങനെ പറയുന്നുണ്ടാവും, റീലാണ് അല്ലേ? യെസ്, ഓക്കെ, ഞങ്ങൾ മാറൂല, ഞങ്ങൾ പോലെ മാറൂല. പക്ഷെ അടിസ്ഥാനപരമായിട്ടുള്ള കുറെ മാറ്റങ്ങൾ വരും ജീവിതത്തില്. നമ്മൾ വിചാരിക്കും, നമ്മൾ ഉദ്ദേശിക്കുന്ന ഓക്കെ മിന്നു, ഓക്കെ ആതിര, വിഷ്ണു, ഓക്കെ വിഷ്ണു, വെരി വെരി. പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ മാറ്റം വരുന്നതിന് മുമ്പ് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അത് വലിയൊരു മാറ്റത്തിലേക്കുള്ള ഒരു തുടക്കമാണ്. അപ്പൊ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും. ഞാൻ എപ്പോഴും ഇപ്പോ ഈ നമ്മുടെ മൺമറഞ്ഞു പോയ കഴിഞ്ഞ ദിവസം നമ്മൾ സിനിമ സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഒരു നടൻ ശ്രീനിവാസൻ സാർ. ഓക്കെ ഓക്കെ, ശ്രീനിവാസൻ. അപ്പൊ ആ ശ്രീനിവാസൻ തിരക്കഥ എഴുതിയ ഒരു സിനിമയിൽ സന്ദേശം എന്നാണ് ആ സിനിമയുടെ പേര്. ആ സന്ദേശം എന്ന് പറയുന്ന സിനിമയില് ശങ്കരാടി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. ഓക്കെ 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 ഓക്കെ. അതല്ല, എനിക്ക് വളരെ അതിൻ്റെ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. ഞാൻ എപ്പോഴെപ്പോഴും കണ്ടതുകൊണ്ട് എനിക്ക് ആ ഡയലോഗ് പോലും എഴുതാൻ കറക്റ്റാണ്. യെസ്, അതായത് അവരുടെ പാർട്ടി ഇലക്ഷനിൽ തോറ്റു. അടിപൊളി മൂവിയാണ്. യെസ്, കാലാനുവർത്തിയായ സിനിമയാണ്. അപ്പൊ അവരുടെ പാർട്ടി ഇലക്ഷനിൽ തോറ്റു കഴിഞ്ഞതിന് ശേഷം എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റിംഗ് കൂടിയൊക്കെയാണ്. അപ്പോൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ള കാര്യം വിശദീകരിച്ചു കൊടുക്കൽ ശങ്കരാടി എന്ന് പറയുന്ന കഥാപാത്രം. അപ്പൊ അദ്ദേഹം പറയുന്ന ഡയലോഗ് വിശദീകരിക്കണം അല്ലെ? ഡയലോഗ് ഇങ്ങനെയാണ്, അതായത് വർഗീയവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമ ദൃഷ്ട്യ അകലത്തിലായിരുന്നുവെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര വളരെ സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. കൂടാതെ ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇലക്ഷനിൽ പരാജയപ്പെട്ടത്. അപ്പൊ ഇത് കേൾക്കുന്ന ഒരാൾ വേറെ പറയും, ഇത് പറഞ്ഞിട്ട് മനസ്സിലാവും, ഒന്ന് ലളിതമായിട്ട് പറയാമോ, എന്തുകൊണ്ടാണ് നമ്മൾ തോറ്റത്, ഒന്ന് ലളിതമായിട്ട് പറയാമോ? അപ്പൊ വളരെ ലളിതമായിട്ട് പുള്ളി വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ്. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താ സരണികളും റാഡിക്കലായ ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായില്ലേ? അപ്പൊ പുള്ളിക്കൊന്നും ഒരു കൺഫ്യൂഷനായി. യെസ്, ഞാൻ ഇതിന്റെ അതൊരു വാക്കിനെ ഞാൻ എടുക്കുകയാണ്. ഈ റാഡിക്കലായിട്ടുള്ള മാറ്റം കേട്ടോ, അത് ശ്രീനിവാസം പറ്റും. റാഡിക്കലായ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ട്രക്ചറൽ ചേഞ്ചസ് ആണ്, അടിസ്ഥാനപരമായ മാറ്റം. നമ്മൾ ജീവിതത്തില്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയില്, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ വ്യക്തിബന്ധത്തില്, നമ്മുടെ ജോലി സ്ഥലത്ത്, എല്ലായിടത്തും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു മാറ്റമുണ്ട്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് റാഡിക്കൽ ചേഞ്ച്. അതാണ് അടിസ്ഥാനപരമായ മാറ്റം. ആ റാഡിക്കൽ ചേഞ്ചിലേക്ക് എത്തുന്നതിന് മുമ്പ് ചില മാറ്റങ്ങൾ ഉണ്ടാവും. പക്ഷെ ആ മാറ്റങ്ങൾ കാണുമ്പോൾ ഇവിടെ
ഇതാണ് ലാസ്റ്റ് മാറ്റം എന്ന് വിചാരിക്കില്ല, മാറ്റങ്ങൾ വരുവാനിരിക്കുന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെ സന്തോഷകരമാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇതിനകത്ത് 2 പാട്ടുകാരുണ്ടായിരുന്നല്ലോ. ആരെങ്കിലും 2 പാട്ടുകാർ ഞാൻ പറയണോ പേര്? നമ്മളോട് അന്ന് ഒന്ന് ഹന്ന, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ. അന്ന ഓക്കെ, അന്ന കൂടാതെ ഒരാൾ ഉണ്ടായില്ലേ? വണ്ണീസ് ഹന്ന എന്ന് വിചാരിക്കും. അലീന, യെസ്, ഓക്കെ 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 ഓക്കെ. അന്ന ആൻഡ് അലീന, അലീന പാടും. അന്ന ആൻഡ് അലീന, പിന്നെ ഒരാൾ കൂടി ഉണ്ടായിരുന്നത് സംഗീത. സംഗീത എവിടെ? 3 പേരായിട്ടാ. അന്ന, അലീന, സംഗീത. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, കാരണം ഞാനേ നിങ്ങൾ ആ വന്നിടയ്ക്കനെ പറഞ്ഞപ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും ഞാനത് ഫീഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം എന്താണ്, കുറച്ചാൾ കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അത് മാറ്റിപ്പോയി. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ എന്താണ് കല്യാണം കഴിഞ്ഞ് ഭർത്ത് വീട്ടിലോട്ട് ചിലപ്പോൾ പല കാര്യങ്ങൾ കൈവിട്ട് ചെയ്യുന്നു, പിന്നീട് അബദ്ധമായിട്ട് തോന്നിയില്ലേ? അത്രയും കൈവിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നിയ ആദ്യമൊക്കെ തോന്നി എത്രയും അങ്ങ് പോകേണ്ടിയിരുന്നു. ഇനിയിപ്പോ അത് അവിടെ നിന്ന് നമുക്ക് പിന്നോട്ട് പോരാൻ പറ്റില്ല. തുടക്കത്തിൽ അങ്ങനെ ആയിപ്പോയി, ഇനി നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും. യെസ് എന്ന് പറഞ്ഞ പോലെ ഓക്കെ ഐഷ, അത് കറക്റ്റ് ആണ്, ഐഷക്ക് അറിയാതെ. യെസ്, ചില കാര്യങ്ങൾ അന്നേരത്തെ ഓക്കെ മെറിൻ പറയുന്നു, കറക്റ്റ് ആണ്. യെസ്, ഓക്കെ, ആയിരിക്കും അനുഭവം അല്ലെ? നമ്മൾ ആ ചെന്ന പുതുമോടിക്ക് പല കാര്യങ്ങൾ നമ്മൾ കൈവിട്ടു പോയി നമ്മുടെ കയ്യിൽ. യെസ്, ഓക്കെ, അപ്പൊ അത് തന്നെയാണ് കാര്യങ്ങൾ. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് നമ്മൾക്ക് ഹന്നനെ വിളിക്കാം. ഹന്ന, ഹന്നീട്ടിന്ന് ഗുഡ് മോർണിംഗ്. ഓക്കെ, ഹന്നയുടെ ഒരു പാട്ടോടുകൂടി നമുക്ക് ഇന്ന് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. ഇനിയിപ്പോ ക്രിസ്തുമസ് ഒക്കെ അല്ലേ, നാളെയും മറ്റന്നാളൊക്കെ ആയിട്ട് എല്ലായിടത്തും ക്രിസ്തുമസ് ആഘോഷം നടക്കണം. യെസ്, അപ്പോ ഹന്നനെ നമുക്ക് പരിഗണിക്കാം, അലീനയെ നമുക്ക് പരിഗണിക്കാം, ഇനി അതിനോടൊപ്പം തന്നെ സംഗീതയെ നമുക്ക് പരിഗണിക്കാം. ഇത്രയും പേര് അന്ന് എന്നോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ലിസണിങ് മ്യൂസിക് ആൻഡ് സിംഗിങ് മ്യൂസിക് ഈസ് മൈ ഹോബി എന്ന് പറഞ്ഞതാണ്. യെസ്, അത് അന്ന് പറയാൻ വിട്ടുപോയ ആൾക്കാരുണ്ട്. യെസ്, അവർക്ക് ഇന്ന് ഞാൻ അവസരം തരാം. യെസ്, അപ്പൊ ഇന്നത്തെ ഒരു ദിവസം കുറച്ച് സമയം നമുക്ക് ക്രിസ്തുമസ് ആഘോഷത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം. എപ്പോഴും ആഘോഷങ്ങൾ, പെരുന്നാളായാലും അതിനോടൊപ്പം തന്നെ ഉത്സവമായാലും ഒക്കെ ആഘോഷിക്കണം. എല്ലാ തിരക്കുകളൊക്കെ മാറിയിട്ട് ജീവിതം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല. അത് നമുക്ക് പറ്റേയില്ല. എല്ലാ തിരക്കുകളും കഴിഞ്ഞു. യെസ്, ഓണമായാലും അല്ലെ, ഓണം വന്നാലും മോശാനം വന്നാലും ഒരുമിച്ച് ആഘോഷിക്കുന്നവരല്ല നമ്മൾ. അപ്പൊ പിന്നെ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. യെസ്, അപ്പൊ നമുക്ക് അതങ്ങനെയാണ് ശ്രദ്ധിക്കാം. യെസ്, അപ്പൊ ഹന്നക്ക് പാട്ട് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ സമയം കയറ്റി പിടിച്ചത്. അപ്പൊ ആലോചിച്ചെത്തിയോ ഹന്ന? യെസ്, യെസ്, ക്ലാസിക്കോ? ക്ലാസിക്ക അഭിരാം ഉദ്ദേശിച്ചത് ക്ലാസിക്ക എന്നാണ്, ക്ലാസ് എടുക്കുകയാണെന്ന് പറഞ്ഞു. എന്താണ് ഉദ്ദേശിച്ചത്? ന്യൂ സ്റ്റുഡന്റ്. ഓക്കെ 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 ഓക്കെ. അഭിരാം അഭി അല്ലേ? അഭിരാം, മൈക്കോണാക്കൂ അഭിരാമേ, മൈക്കോണാക്കിയേ. യെസ്, അഭിരാം മൈക്കോണാക്കിയിട്ടില്ല, ഓണാക്കുമെന്ന് വിചാരിക്കാം. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഹന്ന, ആർ യു റെഡി? യെസ്, അതെ, ശരി 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 ശരി. വേറെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടാവില്ലേ? അപ്പൊ അതൊന്ന് ആലോചിച്ചു. അപ്പൊ നമുക്ക് ഒരു കാര്യം, സംഗീതം വിളിക്കാം. സംഗീതം ഉണ്ട്.
യെസ്. അലീന? യെസ്. അലീനയില്ല. യെസ്. അപ്പൊ ഹന്നക്ക് ആലോചിക്കാൻ നമുക്ക് സമയം കൊടുക്കാം. നിങ്ങളിൽ ആർക്കെങ്കിലും ഓക്കെ. ഇസാന്റെ കയ്യിൽ ഒരു മാപ്പിളപ്പാട്ട് പഴയതിരിപ്പുണ്ടാവില്ലേ? ക്രിസ്മസ് സോങ് തോന്നുന്നില്ലെന്നേ. നോ 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 നോ, ഇഷ്ടമുള്ളത്, നോ പ്രോബ്ലം. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ക്രിസ്മസ് സോങ് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഓ, എന്തൊരു എളിമയെന്ന് നോക്കി സാറേ. എനിക്ക് പാടാൻ അറിയില്ലായിരുന്നു. തകർക്കുന്നുണ്ടാവും വീട്ടില് അല്ലേ പാട്ടുപാടി. ആർക്കെങ്കിലും പാടാട്ടെ? ധൈര്യമുണ്ട് സാറേ. ഞാനൊരു രണ്ടുപേരെ ഒന്ന് മൂടി നോക്കട്ടെ എന്ന് പറയാൻ ധൈര്യമുള്ള ആരാണ്? ഓക്കെ അഭിരാം. ഓക്കെ അഭിരാം. ശരി 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 ശരി. അപ്പൊ ഡാൻസ് ആണ് ചില ആളുകൾക്ക് ഇഷ്ടം. യെസ്. ഓക്കെ. അപ്പൊ പിന്നെ അവതരിപ്പിക്കണ്ടല്ലോ, അത് കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വീഡിയോ വെച്ച് ഡാൻസ് കളിച്ചോ, ഞങ്ങളൊക്കെ കണ്ടോളാം അല്ലേ? യെസ്. പാട്ട് വെച്ച് മ്യൂസിക് വെച്ച് ഡാൻസ് അവതരിപ്പിച്ചോളൂ. യെസ്. ഈ MTയിലെ വിദ്യാർത്ഥികൾ ഇങ്ങനെ ഇട്ടിട്ടാണ് അവര് ഒപ്പന പഠിച്ചിട്ട് ഇവിടെ വന്ന് അവതരിപ്പിച്ചത്. യെസ്. അവര് എന്തോ ഒരു പെരുന്നാൾ ആഘോഷത്തിന് അവർ ഒപ്പന അവതരിപ്പിച്ചത്. യെസ്. ഇങ്ങനെ. അപ്പൊ ആരുമില്ല. അന്നയ്ക്ക് നിർബന്ധങ്ങൾ പറയണം. സർ, ഞാനൊരു പാട്ട് പാടിക്കോട്ടെ? യെസ്. ഓക്കെ 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 ഓക്കെ. ഒരു ക്രിസ്മസ് സോങ് കരോളിനൊക്കെ പാടുന്നത്. ജസ്റ്റ് ഞാൻ ഒന്ന് ട്രൈ ചെയ്യാട്ടോ. ഓക്കെ 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 ഓക്കെ. ഞാൻ പറയാം. അഭിരാമേ, നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ്, പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പരിഗണിച്ചത് കേട്ടോ. യെസ് യെസ്. ഓക്കെ. പാടട്ടെ സർ? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രാജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൻ കുളിരും രാവിൽ രാപാർത്തിരുന്നു രാജപാലകർ ദേവനാദം കേട്ടു ആമോദരായി. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ധൈര്യസമയത്തെ റിൻസിയുടെ ആ പ്രസൻസ് ഓഫ് മൈൻഡിനെയും ആ താല്പര്യത്തെയും സെലൂട്ട് ചെയ്യുന്നു. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ ഓക്കെ. നമ്മള് പങ്കെടുക്കാന്നുള്ളതാണ്. അതിനകത്ത് തെറ്റുകളോ പ്രോബ്ലം എന്തോ പ്രോബ്ലം. യെസ്. അതൊരു വിഷയമേ. യെസ്. അപ്പൊ റിൻസിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാരാണ് അടുത്തായിട്ടുള്ളത്? ലിമ്മി, ആർ യു റെഡി? ജെറിൻ മേരി, ആർ യു റെഡി? റെഡി ആണല്ലോ. സ്റ്റോക്കില്ല കയ്യില്? ഹന്ന അടുത്ത ഒരു മാപ്പിളപ്പാട്ടായിട്ട് വരെയാണ്. യെസ്. ഓക്കെ ഹന്ന, യു സ്റ്റാർട്ട്. പാടട്ടെ? യെസ്, ധൈര്യമായിട്ട്. തക്കുബീരന്തോണി പൊങ്കുമടക്കാളം മുഖത്തിന്റെ തതിപ്പെട്ട തീരത്വാക്കുപ്പൻ നടുവിൽ തൊക്കികരം പിടുത്തടുത്ത അതിശയം മിസ് അവൻ തെക്കൂടായ നയനമെ തനിലാക്കി. തക്കുബീരന്തോണി പൊങ്കുമടക്കാളം മുഖത്തിന്റെ തതിപ്പെട്ട തീരത്വാക്കുഫിൽ നടുവിൽ തൊക്കികരം പിടുത്തടുത്ത അതിശയം മിസ് അവൻ തെക്കൂടായ നയനമെ തനിലാക്കി. തങ്ക കരമ്പലം വിട്ട് ചൊങ്കൾ പുതിയിട തെറ്റി രംഗൊള്ളി തിങ്കൾ പുതിയിട തെറ്റി ശോകം വാക്കേറില്ല മറന്നുപോയി. യെസ്. പലരുടെ കയ്യില് ഐറ്റംസ് സ്റ്റോക്കാണ് അല്ലേ? യെസ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പാട്ടിഷ്ടായോണ്ട്. യെസ്. ഓക്കെ 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 ഓക്കെ. കൃഷ്ണന്ദു, ആർ യു റെഡി?
സാർ എനിക്ക് സത്യത്തിൽ പാടാനൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് അല്ലേ? എന്നാലും സാറ് വിളിച്ചോണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന്. യെസ്, സാറ് നിർബന്ധിച്ചോണ്ട് മാത്രം ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. യെസ്, ഓക്കെ. യെസ്. ഓക്കെ, പാടട്ടെ. യെസ്. സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നീശ്വര പൂജ മലരാക്കി തീർക്കണേ. സാമവേദം നാവിലുണർത്തിയ സ്വാമി എന്നീശ്വര പൂജ മലരാക്കി തീർക്കണേ. തത്വമസി പൊരുളേ നിത്യസത്യതയാനിധിയേ ഈ കൽപ്പാന്തമിഴികൾ തുറന്നീരണേ. ഇരുമുടി നിറയുമീ ദുരിതം മൊഴിയണേ. ഇഹപരശാന്തിതൻ അമൃതം അരുളണേ. മനസ്സാകും പുലിമേലെ വാഴണേ. ജന്മശനി നീക്കി ശരിയിടണമേ. കൃഷ്ണേന്ദു, ഈ എന്തോ വരികൾ കേൾക്കുമ്പോ അറിയാം. കാരണം ഇത്രയും കൃത്യമായിട്ട് വരികളൊക്കെ നോക്കി വെക്കാമെന്നുണ്ടെങ്കിൽ കൃഷ്ണേന്ദുവിന് പാട്ടിനോട് ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് നുണയാണ്. യെസ്, എനിക്ക് പാട്ട് ഒരുപാട് ഇഷ്ടമാണ് സാർ, പക്ഷെ പാടാൻ ഒരു പേടി. പേടിക്കൊന്നും വേണ്ട, ധൈര്യം വേണ്ട, പഠിക്കും. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ കൃഷ്ണേന്ദു, യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, അപ്പോ ഇനി കൃഷ്ണേന്ദുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അടുത്ത ആളാരോടെ? യെസ്, അപ്പൊ ഐഷ വരുന്നുണ്ട്. ഐഷ പറഞ്ഞോളൂ. ഐഷ. മതി മതി മതി, നോ പ്രോബ്ലം നോ പ്രോബ്ലം. യെസ്, അപ്പോഴൊക്കെ നിങ്ങൾ ഓരോരുത്തരും ഓരോ പരിപാടി മനസ്സിൽ കണ്ടുവെച്ചോട്ടോ. പാട്ടായിട്ടോ പറയിലായിട്ടോ എന്തായിട്ടും നിങ്ങൾ നോക്കി വെച്ചോളൂ. യെസ്, ഓക്കെ. അപ്പൊ ഐഷ വരുന്നുണ്ട്. യെസ്, അതൊന്നും കുഴപ്പമില്ല, ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടോളാം. ഐഷ ധൈര്യമായിട്ട് പറഞ്ഞോ, നോ പ്രോബ്ലം. നമുക്ക് ഓൺലൈൻ ക്ലാസ് അല്ലേ, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് നമുക്കറിയാം. അതൊക്കെ നമ്മള് അതിന്റെ പാചകം നമ്മൾ കാണും അല്ലേ? യെസ് സാർ. പറഞ്ഞോളൂ ഐഷ, പാടിക്കോളൂ. ഓക്കെ. ഓക്കെ. हरिके वावन करनास्तवा एक ना बहारो सलिए तमा. हरिके वावन करनास्तवा एक ना बहारो सलिए तमा. हाँ एक ना बहारो सलिए तमा. जस पर शहरियत बकस हागरें दूरे चोन बमाजरें माजरें माजरें गस हागरें बागे तलस पास मलोले छोले. യെസ് ഐഷ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഐഷ അതിൽ സ്ട്രോങ് സാധനങ്ങളൊക്കെ ആയിട്ടുണ്ടല്ലേ? യെസ്, ഓക്കെ. അഭിരാം, യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, നിങ്ങൾ ആ പഴയകാല കോളേജിൽ പഠിച്ചിരുന്ന അവസ്ഥയിലോട്ടൊന്ന് തിരിച്ചു പോകും മക്കളെ. യെസ്, അന്ന് ആ തകർത്ത് നടന്നിരുന്ന ആ ഒരു സംഗതിയൊക്കെ തിരിച്ചെടുക്കൂ. ഇത് ഓൺലൈനാന്ന് വിചാരിക്കണ്ട, ഓഫ്ലൈനാന്ന് വിചാരിക്കും. യെസ്, ഇനി ആരാണ് അറിയും? ഓക്കെ ഓക്കെ കൃഷ്ണന്ദു, ഓക്കെ സാർ. യെസ്, അശ്വിനി മുരളി, ആർ യു റെഡി? പേടിക്കൊന്നും വേണ്ട ഐഷ. യെസ്, നോ പ്രോബ്ലം. യെസ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ എന്ന് അടുത്തായിട്ട് പറയുന്നതാണ്. ഹു ഈസ് ടെല്ലിംഗ് ദാറ്റ്? ഞാനൊന്ന് ശ്രമിക്കട്ടെ. മീ എന്ന് ടൈപ്പ് ചെയ്യൂ. മീ, ME, മീ. Who is typing me? Thank you. Okay. Me എന്നാണ് ടൈപ്പ് ചെയ്യണത്? ഞാൻ. യെസ്,
ഉള്ളിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് വന്നിങ്ങനെ നിൽക്കില്ലേ? ചെയ്താലോ ആ കീ ബട്ടൺ നിങ്ങൾക്ക് നോക്കി നിൽക്കില്ലേ? മീ, യെസ്, അത് നിങ്ങളുടെ ഉള്ളിന്റെ അകത്തുള്ള ഫിസിക്കൽ കറേജ്, മോറൽ കറേജ് തമ്മിലുള്ള ഒരു സംഘടന നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ പറയണോ വേണ്ടോ, വേണ്ടണം വേണ്ട എന്നുള്ള ഒരു സംഘടന. മീ എന്ന് ടൈപ്പ് ചെയ്യുന്നതാരാണ്? യെസ്, ധൈര്യമില്ല അല്ലേ? അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഏറ്റവും കൂടുതൽ ധൈര്യമുള്ളത് ആർക്കാണ്? സ്ത്രീകൾക്കാണ് പുരുഷന്മാർക്കാണ്? ശിവപ്രിയ, ശിവപ്രിയ, സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതൽ ധൈര്യം? ശിവപ്രിയ, എന്നാലും വെറുതെ ഒരു ഊഹം പറയും. ഇറ്റ് ഡിപ്പെൻസ്. ഓ, ഭയങ്കര ഡിപ്ലോമാറ്റിക് ആണ്. യെസ്, സിറ്റുവേഷൻ ബേസ് ആണ് അല്ലേ? യെസ്, ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ മാക്ബത്ത് എന്ന് പറയുന്ന ഷേക്സ്പിയറിന്റെ ഒരു നാടകമുണ്ട്, അത് വായിച്ചിട്ടുണ്ടോ? യെസ്. അപ്പൊ അതിൻ്റെ അകത്ത് ഷേക്സ്പിയർ പറയുന്ന ഒരു നിർവചനമുണ്ട്. യെസ്, പറഞ്ഞിട്ടുണ്ടല്ലേ? അപ്പൊ ഇന്ന് പറഞ്ഞ പോലെ നിങ്ങളിലാണ് ധൈര്യം കാണിക്കേണ്ടത്. യെസ്, പേഷ്യൻസ്, ക്ഷമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകള് പുസ്തകം എന്ന് പറയണേ അല്ലേ? യെസ്, ഓക്കെ ഓക്കെ. പക്ഷേ നമ്മൾ എപ്പോഴും കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ക്ഷമിക്കുന്നവർ ഒരാളില്ലേ, അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ഒന്ന് പൊട്ടിത്തെറിച്ചാലുണ്ടല്ലോ, ആ പൊട്ടിത്തെറി ഭയങ്കര പൊട്ടിത്തെറി നമ്മൾ പോലും വിചാരിക്കും ഇങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന് വിചാരിക്കും. യെസ്. അപ്പൊ നിങ്ങൾ എപ്പോഴും ഒരു സൈക്കോളജിക്കലായിട്ട് ചിന്തിച്ചു വേണം. ഒരാള് ഒരിക്കലും പൊട്ടിത്തെറിക്കാതെ ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾ എന്തും വെക്കിട്ടെന്ന് വിചാരിച്ചാൽ ഒരു ഏതെങ്കിലും കാരണവശാൽ ഒന്നും പൊട്ടിത്തെറിച്ചാൽ അഗ്നിപർവ്വതം പൊട്ടണം പോലെ ഇരിക്കും. അതുപോലൊരു പൊട്ടിത്തെറിക്കുന്ന ആളിൽ നിന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല. യെസ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് വളരെ നിശബ്ദമായിട്ട് നടക്കുന്നില്ലേ ആ ആള്? യെസ്. ഓ, നമുക്ക് അങ്ങനെ രണ്ടു വാക്ക് പറയാമെന്നല്ല, പാടാനൊന്നും പറ്റൂല അത് അഭിരാമി. യെസ് യെസ്, അത് വലിയൊരു ഫാക്ടറാണ്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ് ഫാക്ടർ. അപ്പൊ അങ്ങനെ ഒരിക്കലും നിങ്ങൾ ആരോ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു. അയാൾ പാവമാണ് അല്ലെങ്കിൽ അവള് പാവമാണ് വിചാരിക്കുന്നത്. ഒരു പൊട്ടിത്തെറി വന്നാൽ ചിലപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നതല്ല. യെസ്. പിന്നെ ജീവിതത്തിൽ എപ്പോഴും എന്ത് പറയുമ്പോഴും നാളെയും ഇവരെയൊക്കെ കണ്ട് ഇവരെയൊക്കെ മുഖത്ത് നോക്കേണ്ടതാണ് എന്ന് ഒരു ചിന്ത എപ്പോഴും നമ്മൾ മനസ്സിൽ വേണം. കൈവിട്ടൊന്നും പറയരുത്. അത് നിങ്ങളുടെ മിത്രത്തിനോടായാലും. കാരണം ഇന്നത്തെ മിത്രം നാളെ നമ്മുടെ ശത്രുവായാൽ നമ്മുടെ രഹസ്യങ്ങൾ മുഴുവൻ അയാളുടെ കയ്യിലായി. യെസ്, പറയേണ്ടതേ പറയാവൂ. സത്യം വധ എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. സത്യം വധ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവുന്ന സത്യങ്ങൾ വിളിച്ചു പറയണമെന്നല്ല, പറയുമ്പോൾ സത്യമേ പറയാവൂ. എനിക്ക് ഒരുപാട് സത്യങ്ങൾ അറിയാം, അതെന്റെ ഉള്ളിലുണ്ട്. യെസ്, സത്യം വധ പറയുമ്പോൾ സത്യമേ പറയുള്ളൂ. എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. യെസ്. അപ്പൊ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? പറയുമ്പോൾ ആരോടായാലും, മിത്രത്തിനോടായാലും, കാരണം മിത്രം വേണമെങ്കിൽ നാളെ നമ്മുടെ ശത്രുവാകും. യെസ്, ഓക്കെ. ഞാൻ പണ്ട് ഒരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പൊ ഉച്ചയ്ക്ക് ഞാനും അവിടുത്തെ പ്രിൻസിപ്പലും കൂടി ഒരുമിച്ചാണ് വരുന്നത്. അപ്പൊ പ്രിൻസിപ്പൽ എന്ത് ചെയ്യും? അവിടുത്തെ കുറെ കാര്യങ്ങളൊക്കെ എന്നോട് പറയും, ടീച്ചർമാരെ കുറിച്ച്, സാറന്മാരെ കുറിച്ചൊക്കെ എന്നോട് പറയും. അതിന്റെ കൂട്ടത്തിൽ പ്രിൻസിപ്പൾ പറഞ്ഞൊരു വാചകം ഇപ്പോഴും ഓർമ്മയുണ്ട്. സാറേ, നാളെ നമ്മൾ തമ്മിൽ വഴക്കിട്ടാൽ പോലും ഞാൻ പറഞ്ഞ ഒരു കാര്യവും വിളിച്ചു പറയുന്നു. അത് പുള്ളി എന്നോട് വെറുതെ സന്ദർഭമാണ്. നാളെ നമ്മൾ തമ്മിൽ വഴക്കിട്ടാൽ പോലും ഞാൻ പറഞ്ഞ ഒരു കാര്യവും വിളിച്ചു പറയുന്നത് എന്ന് പറഞ്ഞു. അല്ല, അങ്ങനെ പുള്ളി ഞങ്ങളൊന്നും വഴക്കിട്ടേണ്ടി വന്നിട്ടില്ല, എന്നാലും പറയണം, പുള്ളി അങ്ങനെ പറഞ്ഞു. യെസ്. അപ്പോൾ നമ്മളിപ്പോ എപ്പോഴും അങ്ങനെ കഴിക്കും. നമ്മളോട് ഒരുപാട് ആൾക്കാർ പറഞ്ഞിരിക്കുന്നത് സൗഹൃദത്തിന്റെ പേരിലാണ്. അത് വഴക്കിട്ട് കഴിയുമ്പോൾ ഒരിക്കലും അത് പറയേണ്ടതല്ല. അപ്പൊ ആ ശത്രു വിചാരിക്കും അവൾക്ക് വേണമെങ്കിൽ എന്തൊക്കെ പറയാമായിരുന്നു, എന്നിട്ട് പറഞ്ഞില്ല എങ്കിൽ എന്റെ ഉള്ളിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. അതുമല്ല എങ്കിൽ അവൾ ക്രെഡിബിലിറ്റി ഉള്ളവളാണ്, വിശ്വസിക്കാൻ കൊള്ളാവുന്നവളാണ് എന്നൊരു തോന്നൽ നിങ്ങളെ കുറിച്ചുണ്ട്. യെസ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ശത്രു അല്ലെങ്കിൽ അയാളെ ഏൽപ്പിച്ചാൽ മതി എന്ന് പറയും. കാരണം അവരതിൻ്റെ അകത്ത് എക്സ്പെർട്ടാണ്, നമുക്കറിയാം. യെസ്. ശത്രുത ഉണ്ടെങ്കിലും നമുക്കറിയാം അത് എക്സ്പെർട്ടാണ്. അപ്പൊ അത് ചിലവോട് നമുക്കറിയാം. യെസ്. അപ്പോ ഞാൻ പാട്ട് ആലോചിക്കാനായിട്ടുള്ള സമയത്തിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം പിടിച്ചത്. അല്ലെങ്കിൽ ആലോചിച്ചോ
ആരെയും ആലോചിക്കുന്നില്ല, ഒന്നുമില്ലെങ്കിൽ ഞാൻ ക്ലാസ്സിലോട്ട് പോകും. യെസ്, ആർക്കൊന്നും ഇറ്റ് ഇസ് മീ എന്ന് ടൈപ്പ് ചെയ്യാൻ ധൈര്യമുള്ളവരാണ്? പ്രിൻസിയെ പോലെ ഞാനൊന്ന് നോക്കട്ടെ, ഞാനൊന്ന് ആരുമില്ല. യെസ്, നിങ്ങൾ ആലോചിച്ചു, എന്റെ ഇടക്ക് പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. യെസ്, അഭിരാമ ആദ്യം ഒന്ന് പാടിയിട്ടൊന്ന് അതിന്റെ ഒരു തുടക്കൂട്. പാട്ട് തന്നെ വേണമെന്നില്ല. പുതുവത്സരത്തെ കുറിച്ചോ ക്രിസ്തുമസിനെ കുറിച്ചോ ജീവിതത്തിലെ പുതിയ ചിന്തകളെ കുറിച്ചോ 2 വാക്ക് പറഞ്ഞോളൂ. അത് അവിടെ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കൂ കുറച്ച്, 5 മിനിറ്റ് സമയത്തേക്ക്. യെസ്, ഇവിടുത്തെ ഞങ്ങളുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ 22 ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലൈവായ ബാച്ചാണ്. യെസ് അല്ലേ? ഓക്കെ സാർ പറയുന്നുണ്ട് ലൈവായിട്ടുള്ള ബാച്ചാണ്. യെസ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. യെസ്, അപ്പൊ പൊളി ബാച്ചാണ്. യെസ്, വെരി ഗുഡ്. നിങ്ങൾ എനിക്ക് നേരിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കോൺവെക്കേഷൻ സെറമണി വരെ കാത്തിരിക്കണമല്ല എന്നുള്ള വിഷമം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. യെസ്, ഒരു കോൺവെക്കേഷൻ സെറമണിക്ക് എന്തായാലും വരുമല്ലോ. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു കോൺവെക്കേഷൻ സെറമണി. അതിപ്പോഴാവും, 6 മാസമല്ല, പെട്ടെന്നാവും. യെസ്, ഓക്കെ. ഇന്നലെ അല്ലേ, ശനിയാഴ്ച ഒരു കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. ഓക്കെ സാർ, അത് ഓക്കെ. ഇന്നലെ കഴിഞ്ഞ ദിവസം ഉണ്ടായത് HA16 ആയിരുന്നു, 16 ആയിരുന്നു ഉണ്ടായിരുന്നത്. HA16 ആൻഡ് HR അതാണ് കഴിഞ്ഞ ശനിയാഴ്ച സാറ്റർഡേ. ഇനി അടുത്തത് നിങ്ങളുടെയാണ് വരുന്നത്. അല്ല, നിങ്ങളുടെ വരും. യെസ്, ഓക്കെ. അപ്പോ നിങ്ങൾ ആലോചിച്ചോളൂ, ഞാൻ പയ്യെ കുറച്ച് കാര്യങ്ങളൊന്ന് പറയാം. യെസ്, അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു ടെൻസിനെ കുറിച്ചായിരുന്നു. അപ്പൊ നമ്മൾ സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു, സിമ്പിൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഡിക് നോട്ട് ചേർക്കണമെന്ന് നമ്മൾ പറഞ്ഞു. ആ ഡിക് നോട്ട് ഉപയോഗിച്ചാണ് നമ്മൾ എഴുതുന്നതെന്ന് പറഞ്ഞു. ഡിക് നോട്ട് കഴിഞ്ഞാൽ വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ്. യെസ്, ഓക്കെ. ഡിക് നോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഡിക് നോട്ട് കഴിയുമ്പോൾ പിന്നെ ഉപയോഗിക്കുന്നത് പ്രസന്റ് ടെൻസ് ആണ്, പക്ഷെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടിക്കൊള്ളും. ഇത്രയുമാണ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നിർത്തിയത്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞു ഷീ വെന്റ്, അവൾ പോയി. ഷീ ഡിഡ് നോട്ട് ഗോ, അവൾ പോയിട്ടില്ല. ഇനി നമ്മൾ ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണ്, നീ പോയോ? അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഓക്സിലറി വെർബ് ആയിട്ടുള്ള ഡിഡ് എടുത്തിട്ട് ആദ്യം പറയാം, നോട്ട് പറയണ്ട. ഡിഡ് യു ഗോ, നീ പോയോ? നീ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ഫുഡ്? എയ്റ്റ് അല്ല, ഈറ്റ്. ഡിഡ് ഉള്ളതിലൊക്കെ പ്രസന്റൻസ് മതി. ഡിഡ് യു ഈറ്റ് ഫുഡ്? ഡിഡ് യു ടേക്ക് ബാത്ത്? നീ കുളിച്ചോ? എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഡിഡ് വെച്ച് പറയാം. അപ്പൊ ഡിഡ് ആദ്യം വന്ന് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. ക്വസ്റ്റ്യൻ. അപ്പൊ അതോടുകൂടി ഞാൻ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന സംഗതി ഓക്കെ. ഡിഡ് സിംഗുലർ ആയാലും പ്ലൂറൽ ആയാലും ഡിഡ് എന്ന് ഉപയോഗിച്ചാൽ മതി. നേരെ മറിച്ച് ഡൂവും ഡസും വരുമ്പോഴാണ് ആ വ്യത്യാസമുള്ളത്. ഇനി അപ്പൊ ഞാൻ പറഞ്ഞു സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹാബിച്വൽ ആക്ഷനാണ്. നടന്നുകൊണ്ടിരിക്കുന്ന, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്, സ്ഥിരമായിട്ട് സംഭവിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ അത് സംഭവിച്ച് കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മൾ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് അടുത്ത ഒരു ടെൻസ് കൂടി നമ്മൾ നോക്കിയാണ്. ഈ ടെൻസിന്റെ പേരാണ് സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഗതികളെ കുറിച്ച്, സംഭവങ്ങളെ കുറിച്ച് പറയുന്നതാണ്. ഓക്കെ സാർ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ഫ്യൂച്ചറിന്റെ സ്ട്രക്ചർ നമുക്കൊന്ന് ഓർത്തിരിക്കാം. എല്ലാത്തിനും പോലെ ഇതിനകത്ത് ആദ്യം സബ്ജക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം വില്ല് അല്ലെങ്കിൽ ഷാൽ. അത് കഴിഞ്ഞതിന് ശേഷം വെർബ്. ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഒന്നുകൂടി പറയാം, സബ്ജക്റ്റ് പ്ലസ് വില്ല് അല്ലെങ്കിൽ ഷാല്, പിന്നെ വെർബ്, ആ വെർബിന്റെ പ്രസന്റ് ടെൻസ്. സബ്ജക്റ്റ്
വില്ല് അല്ലെങ്കിൽ ഷാല് വെർബിന്റെ പ്രസന്റ് ടെൻസ്. ഈ വില്ലിന് അല്ലെങ്കിൽ ഷാലിന് പകരം ക്യാൻ ഉപയോഗിക്കാം, മേ ഉപയോഗിക്കാം, ഇതെല്ലാം ഉപയോഗിക്കാം. പക്ഷെ ഞാനിപ്പോ നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ടും കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി രണ്ട് ഓക്സിലറി വെർബ് പറഞ്ഞോളൂ, വില്ല് അല്ലെങ്കിൽ ഷാൽ. യെസ്, ഐ സബ്ജക്റ്റ് ആവുമ്പോഴും വി സബ്ജക്റ്റ് ആവുമ്പോഴുമാണ് ഷാൽ എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. വി ഷാൽ, ഐ ഷാൽ. യെസ്, ഐയുടെ കൂടെയും വില്ല് ഉപയോഗിക്കാം, വിയുടെ കൂടെയും വില്ല് ഉപയോഗിക്കാം. യെസ്, അപ്പൊ നമുക്ക് പറയാം സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് ആണ്. അത് കാണിക്കുന്നത് ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ടുമാറോ ഐ വിൽ അറ്റൻഡ് എ ബർത്ത്ഡേ ഫംഗ്ഷൻ. നാളെ ഞാനൊരു ബർത്ത്ഡേ പാർട്ടിയിൽ പങ്കെടുക്കും. നെക്സ്റ്റ് വീക്ക് ഐ വിൽ കം ടു യു. ഐ ഷാൽ ഗോ ടു മദ്രാസ് നെക്സ്റ്റ് വീക്ക്. ഞാൻ എന്ത് ചെയ്യുന്നു, അടുത്ത ആഴ്ച മദ്രാസിലേക്ക് പോകും. യെസ്, അടുത്ത സബ്ജക്റ്റ് വില്ല് അല്ലെങ്കിൽ ഷാല് പിന്നെ വെർബിന്റെ പ്രസന്റേഴ്സ്. പ്രസന്റേഴ്സാണ് ഉപയോഗിക്കുന്നത് എങ്കിലും വില്ലുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഷാൽ ഉള്ളത് കൊണ്ട് ഭാവി കാലം, ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവമാണ്. ഐ വിൽ കട്ട് മൈ ഹെയർ ടുമാറോ. നാളെ ഞാൻ മുടി വെട്ടും. ഐ വിൽ പ്രിപ്പയർ ചിക്കൻ ബിരിയാണി നെക്സ്റ്റ് വീക്ക്. അടുത്ത ആഴ്ച ഞാൻ എന്ത് ചെയ്യും, ഒരു ചിക്കൻ ബിരിയാണി ഉണ്ടാകും. അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലോട്ട് നിങ്ങളൊന്ന് നോക്കുക. നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചു വെച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ല, ചെയ്യും എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം ഐ വിൽ സെക്യൂർ എ ജോബ്. ഞാനൊരു ജോലി ഉറപ്പാക്കും. ഐ വിൽ കംപ്ലീറ്റ് മൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് സക്സസ്ഫുള്ളി. എന്റെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഞാൻ ഇവിടെ സക്സസ്ഫുള്ളി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യും. ഐ വിൽ ഹെൽപ്പ് മൈ മദർ ടുമാറോ ഓൺവേർഡ്സ്. നാളെ മുതൽ ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കും. യെസ്, അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു 5 ഐറ്റംസ് ചെയ്തു. യെസ്, ഒക്കെ നമുക്ക് വില്ല് വെച്ചിട്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. യെസ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള ഐ വിൽ ബൈ എ ന്യൂ സ്കൂട്ടർ. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഇപ്പോൾ അത് പറയുന്നതാണ്, ഞാനൊരു പുതിയത് വാങ്ങും കേട്ടോ. ഐ വിൽ ബൈ എ ന്യൂ സ്കൂട്ടർ. യെസ്, അപ്പൊ ഒരു 5 ഐറ്റം നോക്കി വെച്ചോ. യെസ്, ഓക്കെ. ആരാണ് ആദ്യം പറയുന്നത്? റിയ, റൈഹ, ആർ യു റെഡി? ധൈര്യസമേത 5 ഐറ്റംസ് പറയുന്നത് ആരാണ്? Good morning, sir. യെസ്, ഇസാൻ, യു ആർ റെഡി. വെരി ഗുഡ്, വെരി ഗുഡ് ഇസാനെ. ഇസാൻ അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ആദ്യം വരുന്നതാണ്. യെസ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ ഇസാൻ. Tomorrow I will attend a bridal ceremony. യെസ്, ടുമാറോ ഐ വിൽ അറ്റൻഡ് എ മാരേജ് സെറമണി. നല്ല ആസ്വദിച്ച് റിലാക്സ് ആയിട്ടൊക്കെ പറഞ്ഞാൽ മതി, ടെൻഷൻ എടുക്കണം, ഫ്രീ ആയിട്ട് അടിച്ചു. യെസ്, അപ്പൊ കറക്റ്റ് അല്ലേ? നാളെ ഇസാനൊരു കല്യാണമുണ്ട്. അപ്പൊ ഒന്ന് പറഞ്ഞു നാളെ നടക്കുന്ന സംഭവമല്ലേ. അപ്പൊ ഇപ്പൊ ഏതാണ്ട് 12:08. 12:08 ശേഷം നടക്കുന്ന എന്ത് സംഭവം എന്ന് പറയാം. യെസ്, ഓക്കെ, പറഞ്ഞു. I will cut my hair tomorrow. I will cut my hair tomorrow. Very good. I prepare a dessert tomorrow. Yes. അപ്പൊ ഞാൻ അതൊന്ന് എഡിറ്റ് ചെയ്യണം. I will prepare a delicious dish. വളരെ ടേസ്റ്റ് ഉള്ള ഒരു ഡിഷ്. ആ ഡിഷിന്റെ മുമ്പിൽ ഒരു വേറൊരു ചേർത്തു. എന്നും പ്രിപ്പയർ ചെയ്യുന്ന പോലെ അല്ലത്. ഇത് കഴിച്ചു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്കെ ഓക്കെ, വെരി ടേസ്റ്റി. ഓക്കെ, ഡെലീഷ്യസ്. Variety dessert. വെറൈറ്റി ഡിഷ്. കറക്റ്റ്, വെരി വെരി. അടുത്തത് I will buy a new car. In future, ഭാവിയില് I will buy In a future. From complete my hospital administration course. I shall complete my hospital administration course. Very good. Then I shall go to my husband family. Yes, I shall go to my family. Yes. പിന്നെ വിദേശത്തേക്കൊന്നും പോകാൻ താല്പര്യമില്ലേ?
ഞാൻ പോയിട്ടുണ്ട് സർ. അത് ഒന്നും കൂടി പോകും. I will go to In abroad. abroad. I will go abroad. Yes. Okay. Very good, sir. Very good. Yes. Okay. Krishnendu, are you ready? Yes, sir. Okay. Krishnendu ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകും. ആ കൃഷ്ണേന്ദു ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്ന് പറയാം. വില്ല് വെച്ച് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. I will. അപ്പൊ നമ്മൾ പഠിച്ചു. വില്ല് വെച്ച് കഴിഞ്ഞാൽ ഭാവിയിൽ നടക്കാൻ പോകുന്ന സംഭവങ്ങളാണ്. ഓക്കെ, കണ്ടിട്ട് അതെ. I will make biryani in this Christmas. I will prepare biryani in this Christmas. ഈ ക്രിസ്മസിന് ഞാൻ ബിരിയാണി ഉണ്ടാക്കും. ഓക്കെ, എന്ത് ബിരിയാണിയാണ് കൃഷ്ണേന്ദു ഉണ്ടാക്കുന്നത്? Chicken biryani. ചിക്കൻ ബിരിയാണി. Are you specialist in chicken? No, sir, but I tried my best. Oh, trying it. Very good. Yes. Okay. Continue. I will watch the movie Baba. I will watch the movie Baba. Okay. Very good. I will catch good marks in my hospital administration course in future. Very good. I will secure maximum mark in hospital administration course. Very good. I will like to going abroad. I will go to. അത് ഉറപ്പിച്ചു ഞാൻ പോകുന്നു. I will പോകാൻ ഇഷ്ടമുള്ളതാണ്. I will go. Yes. I will go to abroad Go. Yes. ഞാൻ പോയിരിക്കും. in future. Yes. Okay. I will have the determination. ഞാൻ ചെയ്തിരിക്കും. Okay. Yes. I will go. I will help my son. In his future studies. Yes. I will help my son in his studies എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിൽ. പക്ഷെ അത് ഒന്നും കൂടി ഒന്ന് മെച്ചപ്പെടുത്തി in his future studies. Okay. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊന്നും കൂടി ഭംഗിയാക്കാം. ആ ഫ്യൂച്ചർ സ്റ്റഡീസ് എന്നുള്ളതിന് പകരം നമുക്ക് നല്ലൊരു വേണ്ട അക്കാഡമിക് കരിയർ. വിദ്യാഭ്യാസപരമായ എല്ലാ കാര്യത്തിലും ഞാൻ അവനെ സഹായിക്കും. I will help my son in his academic career. ഏതറ്റം വരെ പോകണമെന്ന് പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും. യെസ്. ഓക്കെ. അതെ, നിങ്ങള് ആൽബർട്ട് ഐൻസ്റ്റീന്റെ ഒരു കഥ കേട്ടിട്ടില്ലേ? ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂളിൽ നിന്ന് പുറത്താക്കിയ ഒരു കഥ കേട്ടിട്ടില്ലേ? കേട്ടിട്ടുണ്ട്. യെസ്. അപ്പോ കഥ ഞാൻ പിന്നീട് പറയാം. ഇത് പറഞ്ഞോളൂ കൃഷ്ണൻ. I will take my parents to watch a movie. Yes, I will help my parents. Okay. Take my parents. Yes. Oh, I will take my parents to watch the movie. Very good. Then that's all. That's enough. Very good. അതായത് ശരിയായ തീരുമാനം എടുക്കേണ്ടി വരുന്നത് അമ്മമാരാണ്. ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന കുട്ടി അറിയാൻ പറ്റുന്നത് വായിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ എവിടെയും കേട്ടിട്ടുണ്ടാകും. അവന് ക്ലാസ്സില് ഏറ്റവും മണ്ടനും ബുദ്ധിയില്ലാത്തവരും ആയിട്ടാണ് പരിഗണിച്ചിരുന്നത്. ഒരുപാട് കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള മനുഷ്യരാണ്. പിന്നീട് അപ്പോ ഈ ആൽബർട്ട് ഐൻസ്റ്റീൻ സ്കൂളിൽ നിന്ന് പുറത്താക്കിയാണ്. അപ്പോ ക്ലാസ് ടീച്ചർ ഒരു കത്ത് കൊടുത്തു വിട്ടു ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ കയ്യിൽ. അതിന്റെ പറഞ്ഞ് ഈ കത്ത് കൊണ്ടുപോയിട്ട് നീ എന്ത് ചെയ്യണം, നിന്റെ അമ്മയുടെ അടുത്ത് കൊടുത്താൽ മതി. യെസ്. അപ്പൊ ടീച്ചർ തന്നേക്കണ കത്താണ്. അപ്പൊ ആ കത്തില് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് ഇവനറിയില്ല. യെസ്. അപ്പോ ഇവൻ ആ കത്ത് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അമ്മയുടെ അടുത്ത് കൂടെ കൊടുക്കുന്നു. അമ്മ ആ കത്ത് വാങ്ങുന്നു, വായിക്കുന്നു. വായിച്ചു കഴിയുമ്പോൾ അമ്മയുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അപ്പോ അമ്മയോട് ആൽബർട്ട് ഐൻസ്റ്റീൻ ചോദിക്കുന്നു, എന്താണ് കത്തിൽ എഴുതിയിരിക്കുന്നത്, എന്താണ് സംഭവം ചോദിക്കുന്നു. അപ്പൊ പറയണം, നീ വളരെ ബുദ്ധിമാനും കഴിവുള്ളവനുമായിട്ടുള്ള കുട്ടിയാണ്. നിന്നെ പഠിപ്പിക്കാൻ തക്ക അത്രയും ബുദ്ധിയും കഴിവും ആ സ്കൂളിലെ ടീച്ചർമാർക്കില്ല. അതുകൊണ്ട് നിങ്ങളുടെ മകനെ നല്ല ഉയർന്ന സ്കൂളിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി ചേർക്കാനായിട്ടാണ് എഴുതിയിരിക്കുന്നത്. എന്റെ മകനെ നിന്നെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു, അഭിമാനം തോന്നുന്നു. അതുകൊണ്ടാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്ന് പറയുന്നത്. എന്നിട്ട്
ആ സ്കൂളിൽ നിന്ന് ടി സി വാങ്ങിയിട്ട് അമ്മ വേറെ സ്ഥലത്ത് കൊണ്ട് ചേർക്കുന്നു. പിന്നെ പുള്ളി പഠിക്കുന്ന ഇറ്റലിയിൽ മറ്റാണ്. ഞാൻ ഇപ്പൊ കഥ പറയാൻ വേണ്ടി വന്നതല്ല, അപ്പൊ അതുകൊണ്ടാണ് സ്ഥലം മാറിപ്പോയത്. യെസ്, ദ ലാൻഡ് ഓഫ് ഫൈൻ ആർട്സ് എന്നൊക്കെ പുള്ളി അതിനെ കുറിച്ച് പിന്നീട് പറയുന്നത്. യെസ്, വർഷങ്ങൾ കഴിഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഈ അമ്മ മരിച്ചുപോയി. വീണ്ടും ആൽബർട്ട് ഐൻസ്റ്റീൻ വളരെ പ്രശസ്തനായി കഴിഞ്ഞപ്പോൾ വീട്ടിലൊരു ദിവസം പഴയ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ അടക്കി വെക്കുന്ന കൂട്ടത്തില് ആ പുസ്തകത്തിന്റെ ഉള്ളിൽ നിന്ന് ഒരു കവറ് കിട്ടുകയാണ്. ഈ കവറ് കണ്ടപ്പോൾ തന്നെ ആൽബർട്ട് ഐൻസ്റ്റീൻ മനസ്സിലായി, ഈ കവറ് പണ്ട് എന്റെ ടീച്ചർ എനിക്ക് തന്നുവിട്ട കവറാണ്. അങ്ങനെ പുള്ളി ആ കവർ എടുക്കുകയാണ്. ആ കവർ എടുത്തിട്ട് ആ കവർ തുറന്നിട്ട് അതിന്റെ ഉള്ളിലെ കടലാസ് പുള്ളി എടുത്ത് വായിക്കുക. അപ്പോഴാണ് അന്ന് ടീച്ചർ ഈ വാചകം പുള്ളി കാണുന്നത്: നിങ്ങളുടെ മകനെ പോലെ ഇത്രയും മണ്ടനായിട്ടുള്ള ഒരു വ്യക്തി ഈ സ്കൂളിലില്ല. ഇത്രയും മണ്ടനായ ഒരാളെ പഠിപ്പിച്ചാൽ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ ആ ചീത്തപ്പേരാണ്. തോൽക്കാൻ മാത്രം അറിയാവുന്ന നിങ്ങളുടെ മകനെ എത്രയും പെട്ടെന്ന് ടി സിയും വാങ്ങി കൊണ്ടുപോയിക്കൊള്ളണം എന്നുള്ള ടീച്ചറിന്റെ നിർദ്ദേശമായിരുന്നു ആ കത്തിലുണ്ടായത്. യെസ്, അപ്പൊ നോക്കിയേ, ആൽബർട്ട് ഐൻസ്റ്റീൻ പിന്നീട് പറഞ്ഞിട്ടുണ്ട്, എന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കും കാരണമായിട്ടുള്ളത് ആരാണ്? എന്റെ അമ്മയാണ്. ഇപ്പൊ കൃഷ്ണൻ ഒരു വാചകം പറഞ്ഞില്ലേ, ഐ വിൽ ഹെൽപ്പ് മൈ സൺ ഇൻ ഹിസ് ഫ്യൂച്ചർ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ട്. യെസ്, നമ്മളെപ്പോഴും കുട്ടികളെ നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. ഒബ്സർവ് ചെയ്യണത് അമ്മ എന്നുള്ള റോളിൽ നിന്നല്ല, അതങ്ങനെ ഉള്ളിലായിക്കോട്ടെ, അതല്ലാതെയും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അപ്പൊ നമുക്ക് കണ്ടെത്താൻ പറ്റും നമ്മുടെ കുട്ടികളുടെ കഴിവുകേടും എവിടെയാണ് അവർ പിന്നോട്ട് പോകുന്നത്, എവിടെയാണ് മുന്നോട്ട്. അത് അങ്ങനെ കണ്ടെത്തും. അപ്പൊ അമ്മ എന്നുള്ള ലേബിൾ, അവിടെ അമ്മ എന്ന് പറയുമ്പോൾ ഒരു ഇന്റിമസി, സ്നേഹവും, അതല്ലാതെ നിങ്ങളൊന്നും കണ്ടെത്തും. ഒരു ടീച്ചറിന്റെ റോളിൽ നിന്ന് നിങ്ങളൊന്ന് മാറി നിന്ന് ചിന്തിക്കുക. യെസ്, ഓക്കെ. നിങ്ങളുടെ കുട്ടികൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരുപാട് സ്വപ്നങ്ങളില്ലേ? യെസ്, ഞാൻ സ്കൂളിലേക്കൊക്കെ ചെറിയ കുട്ടികളൊക്കെ നടന്നു പോകണ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, ഒരു എത്ര പേരുടെ, എത്രയോ മാതാപിതാക്കന്മാരുടെ സ്വപ്നങ്ങളാണ് ഈ പോണത്. ശരിയല്ലേ? യെസ്, അവര് ഒരു പക്ഷേ ഈ കുട്ടി വൈകുന്നേരം വീട്ടിൽ വന്ന് കിടന്ന് ഉറങ്ങണ കാണുമ്പോൾ നിർനിമേഷനായി ഉറങ്ങി നോക്കി നിന്നിട്ട് ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. ഞാനൊരു മനസാക്ഷിക്കുത്തുള്ളൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ, നിങ്ങളെ കുറിച്ചും നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടില്ല? യെസ് അല്ലേ? അപ്പോ നമുക്ക് ആ സ്വപ്നം പൂവണിക്കാൻ പറ്റിയിട്ടുണ്ടോ? യെസ്, അവര് നമ്മളെ സഹായിക്കാതിരുന്നിട്ടില്ല. യെസ്, ഓക്കെ ഐഷ, എല്ലാ കാര്യത്തിലും നമ്മുടെ ഒപ്പുണ്ടായിരുന്നു, പക്ഷെ അന്ന് നമുക്കത് മനസ്സിലായില്ല. യെസ്, ഓക്കെ 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 ഓക്കെ. അപ്പൊ ഇനി ഈ സമയം വൈകിട്ടില്ല. ലാസ്റ്റ് ബസ് ഇപ്പോഴും വന്നിട്ടില്ല. അതിന് മുമ്പുള്ള ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ബസ്സിൽ കയറി നമ്മൾ രക്ഷപ്പെടുന്നു. നിങ്ങൾ അത് കഴിഞ്ഞതിന് ശേഷം സ്വപ്നമൊക്കെ പൂവടിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ധൈര്യമായിട്ട് അവിടെ ചെല്ലുന്നു. ഓക്കെ, യെസ്. ആദ്യം ഞാൻ മക്കളുടെ കാര്യം പറഞ്ഞത്, അപ്പൊ നിങ്ങൾ അങ്ങനെ കത്തിക്കേറി വരും. അത് കഴിയുമ്പോഴാണ് യെസ് നമ്മുടെ കാര്യം നമ്മൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഡോണ്ട് വറി. യെസ്, നിങ്ങളൊക്കെ നല്ല കഴിവുള്ള കുട്ടികളായതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല. സോ നമ്മൾ പറയുന്നു ഐ വിൽ ആൻഡ് ഐ ഷാൽ. ഓക്കെ, സൈനു, ആർ യു റെഡി? സൈനു, യെസ്, എന്തു പറ്റി? റെഡി? ആർ യു റെഡി? യെസ്, ഞാൻ പറയാം. ഓക്കെ ഓക്കെ ഓക്കെ. റേഖ പറഞ്ഞോളൂ. റേഖ, I will go to Chanda tomorrow. I will go to market tomorrow. Yes. മാർക്കറ്റിൽ നിന്ന് കിട്ടിയ ചന്ത എന്ന് പറഞ്ഞോ? വാട്ട് ഈസ് ബുദ്ധിമുട്ട് ഇംഗ്ലീഷ് കിട്ടിയില്ല. അപ്പൊ എന്ത് പറഞ്ഞു? അപ്പൊ ബുദ്ധിമുട്ടേഷൻ എന്ന് പറഞ്ഞ പോലെ ധൈര്യമായിട്ട് പറഞ്ഞത്. പറയേണ്ടത് തെറ്റിക്കോട്ടെ. ദാറ്റ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതങ്ങനെ തകർത്തോളാം. അത് മാർക്കറ്റ് അല്ല, അത് ഹിന്ദുസിന്റെ ഒരു ചന്ത എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ പരിപാടി ഉണ്ട്. ഓ യെസ്, മാർക്കറ്റ് അല്ലല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ റേഖ, യെസ്. ഓക്കെ, ഞാനേ പെട്ടെന്ന് മാർക്കറ്റ് കിട്ടാനായിട്ടാണ് അങ്ങനെ പറഞ്ഞത് വിചാരിച്ചു. ഓക്കെ, കണ്ടിന്യൂ. യെസ്, വെരി കോമഡി. യെസ്, ഓക്കെ, കണ്ടിന്യൂ റേഖ.
I will cook. I will cook ghee rice and chicken stew in Christmas. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അടുത്തുള്ളവരൊക്കെ അങ്ങനെ ചെന്നോണ്ട. യെസ്, നെയ്ച്ചോറ് ബിരിയാണി അവിടെ ഉണ്ടാകുന്നത്, ഇറച്ചിക്കറി അവിടെ ഉണ്ടാവുന്നതാണ്. ഓക്കെ, കണ്ടിന്യൂ. I will clean my fish tank tomorrow. I will clean my fish tank tomorrow. Yes, very good. I will buy a new car. I will buy a new car. ഈസാനെ എല്ലാവരും അങ്ങനെയാണ്. ഐഷ, to buy a new car. Yes, very good. I will watch movie tomorrow. I will watch movie tomorrow. Okay, ഈസാനെ പറഞ്ഞോളൂ റേഖ. That's all. That's all. Very good, very good. Okay, Reha. Very good, very good, very good. Yes. Ini. Marin, are you ready? Marin, ഭാവിയിലെ മെറിനൊക്കെ ഒരുപാട് ആഗ്രഹങ്ങളില്ലേ, ജീവിതത്തിലെ സ്വപ്നങ്ങളില്ലേ? യെസ്. ഓക്കെ ഓക്കെ. എയിം നിയർ ദി സ്റ്റാർ. നമ്മുടെ സ്വപ്നം എപ്പോഴും എന്തായിരിക്കണം? നക്ഷത്രത്തിന്റെ അടുത്തായിരിക്കണം. എങ്കിലേ റിച്ച് എബവ് ദ ട്രീ, മരത്തിന്റെ മുകളിലേക്ക് എത്താൻ പറ്റും. നമ്മൾ ഡോക്ടർ ആവാൻ ആഗ്രഹിക്കൂ, നേഴ്സെങ്കിലാവും. നേഴ്സ് ആവാൻ ആഗ്രഹിക്കൂ, കമ്പോട്ടറെങ്കിലാവും. കമ്പോട്ടർ ആവാൻ ആഗ്രഹിച്ചാൽ ചിലപ്പോൾ രോഗിയാവും. അപ്പൊ അതുകൊണ്ട് ആകാശം മുട്ടെ നമ്മൾ ആഗ്രഹിക്കും. ഓക്കെ, മെറിൻ കണ്ടിന്യൂ. യെസ്, വരും കുട്ടികളൊന്ന് റെഡിയാക്കിയ ശേഷം വരും. ഓക്കെ 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 മെറിനെ. യെസ്, റെഡിയാകുമ്പോൾ പറഞ്ഞോളൂ. ആക്ച്വലി മെറിൻ വന്നിട്ടുണ്ട്. ഓക്കെ മെറിനെ കണ്ടിന്യൂ. I will buy a new. Yes, continue. I will buy a new. I will buy a new. ബാക്കി പറഞ്ഞോളൂ മെറിൻ. I will buy a new. I will buy a new home. ടെക്നിക്കായി വിചാരിക്കുന്നു. Yes, I will buy a new home. Yes. Okay. എന്നുള്ള സ്ഥലത്ത് ഞാൻ വേറെ OWN ഓൺ. I will buy own home. സ്വന്തമായിട്ട് ഒരു വീടൊന്നും വാങ്ങും. കേട്ടോ, OWN. Yes. Okay, continue. Home with my hard work. Yes, I care for my father. New home, sir. Yes, okay. You go. Okay. Yes, പറഞ്ഞോളൂ മെറിനെ. യെസ്. അപ്പൊ കുട്ടിയൊക്കെ ഒന്ന് റെഡി. കണ്ടിന്യൂ ചെയ്തു. സുമയ്യ, ഞാൻ വരാം. Okay. We shall make a group together. Yes. Yes, continue. Okay. Tomorrow I may go to a movie with my family. I will try to make Tomorrow I it will better. go to a movie with my family. Correct. Today I will play. Yes, okay. Yes. Okay. Merin അവിടെ നിന്ന് ടെക്നിക്കൽ ഇഷ്യൂ കൂടി ഉണ്ട്. Yes. Okay. Sumaya, are you ready? Ready, sir. Okay, Sumaya, continue. Good morning, sir. Yes, good morning. Next year, I will take a decision and try to follow. I will take some decision and try to follow. Yes, okay. Oh, very good. Next year, ദിവസങ്ങളില്ല, അടുത്ത വർഷം ചില തീരുമാനങ്ങൾ എടുക്കും. അത് ഞാൻ പിന്തുടരും. Okay, very good. Yes, okay. I will help everyone.
And Yes, okay. I will try my course successfully completed. I will complete my course successfully. Very good. I will spend my money for poor people. Oh, I will help poor people. Oh, very good, very good. Okay. I will cooperate palliative work. Yes, I will cooperate with the parity. Okay. Thank you, sir. ഓക്കെ വെരി ഗുഡ് അല്ലേ, നല്ലൊരു മനസ്സാണ് സുബിയക്കുള്ളത് കേട്ടോ. പൈസ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ചെലവാക്കണമെന്ന് വരെ സുബിയ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ വെരി ഗുഡ് സുബിയ ഫോർ യുവർ ഗുഡ് മൈൻഡ്. യെസ്, ഗുഡ് ഡിസിഷൻ. യെസ്, ഓക്കെ Happy ഓക്കെ. Christmas and New Year. സെയിം ടു യു സുബിയ. ഓക്കെ 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 ഓക്കെ. ഞാനാണ് ബിനീഷ. ആർ യു റെഡി? ഐഷ, ആർ യു റെഡി? Yes, sir. ഐഷ പറഞ്ഞോളൂ. ഐഷ, We will build a home in future. യെസ് ഐഷ, ഈ എല്ലാവർക്കും അത് കേട്ടോ, സ്വന്തമായിട്ടൊരു വീട്, അത് വലിയൊരു സ്വപ്നമാണ്. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, Then I will go to Dubai in future. I will go to Dubai in future. Yes, I will visit my grandparents I will visit my grandparents next month or next week or next next week. week. Okay, okay, correct. I will cook biryani in next week, next Sunday. Okay, I will cook biryani next Sunday. I will study my I will study. portions. Yes, I will study my portion systematically. ഞാൻ ഒരു വാക്കുകൾ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് സിസ്റ്റമാറ്റിക് ആയിട്ട് ഞാൻ പഠിച്ചു തീർക്കും. ഓക്കെ ഓക്കെ. പിന്നെ I will help my parents I will help my parents with money. with money. ഓ, പണം കൊണ്ട് സഹായിക്കും. ഓ, വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ നോക്കി ഐഷ, ഐഷക്ക് ഒരു സ്വപ്നമില്ലേ? ആ സ്വപ്നം ഒന്ന് പൂർത്തീകരിക്കണ്ടേ? അപ്പൊ അത് പറഞ്ഞൂടെ? I will achieve my dream. Yes, I will achieve my dream. എന്റെ സ്വപ്നം ഞാൻ പൂർത്തിയാക്കും. Yes, okay, Yes. okay. Thank Very you, good, sir. very good. Okay, ഐഷ, very good, very good, very good. Yes, okay. ഇനി ആർക്കാണ് പറയാനുള്ളത്? ആർക്കെങ്കിലും പറയാൻ? ഞാൻ പറയാം. ഓക്കെ, റിൻസി പറഞ്ഞു. ഞാൻ നേരത്തെ റിൻസിനെ വിളിച്ചായിരുന്നു. പറഞ്ഞോളൂ. Tomorrow I will go to supermarket to buy some groceries. Yes, tomorrow I will go to supermarket to get some groceries. Okay, Christmas again. Okay. I will go to a Christmas party day after tomorrow. Day after tomorrow, I will go to a Christmas party, Christmas function. Yes, okay. I will cook chicken biryani for my family. Yes, I will cook chicken biryani for my family. I will go to an amusement park with my family. Yes, I will go to amusement park with my children, with my family members. Okay. ഇത്രേ ഉള്ളൂ സർ. Very good, very good, very good, very good. Okay. അപ്പൊ ഇതിന്റെ ബാലൻസ് ഉള്ള കാര്യങ്ങൾ നമ്മൾ ഇനിയും തുടരും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കിയത് സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്ന ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള വാചകങ്ങളെ കുറിച്ച് മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്തുള്ളൂ. യെസ്, ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്തുമസിന്റെയും പുതുവത്സരത്തിന്റെയും ആശംസകൾ നേർന്നുകൊണ്ട് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണും. അതുവരെ എല്ലാവർക്കും വണക്കം. ഇന്ന് സംസാരിച്ച എല്ലാവർക്കും, ഇസാനും കൃഷ്ണേന്ദ്രവിനും റൈഹാമിനും മെറിനും സൗമ്യക്കും റിൻസിക്കും ഐഷക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയുന്നത്. പാട്ട് പാടിയവർക്കും പാട്ട് ആസ്വദിച്ചവർക്കും എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ. സോ വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ ഐഷ? ഓക്കെ. Thank you, sir. ഓക്കെ. Thank you, sir. 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 Okay.